ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഓണം എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണേ. അപ്പം അവർ ക്ഷണിച്ചായിരുന്നു. അപ്പം നമ്മളിവിടെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത്ത വിടുവാണ് കേട്ടോ. ചേട്ടൻ്റെ ഡിസൈനൊക്കെ വരച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ ഇട്ട് റെഡിയാക്കിയേ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള അത്തം കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ റെഡിയായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. അവർക്ക് അമ്പലത്തിലൊക്കെ പോകണം. അപ്പോൾ ഞങ്ങൾ കൂടെ പോവുകയാണ്. അപ്പോൾ അവരമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളിതേ പുറത്ത് നിൽക്കുവാണ് കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിലാണ് കേട്ടോ ഇവിടുത്തെ പരിപാടി സ്ഥലം. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നടന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഓണസദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ കറികളൊക്കെ ഇത് എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇസുക്കുട്ടൻ്റെ രണ്ടാമത്തെ ഓണമാണ്. അവൻ തനിയെ ഉണ്ണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓണമുണ്ടൊക്കെ ഉടുപ്പിച്ചാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ തനിയെ ഒന്നും തിന്നില്ല, പിന്നെ ഞങ്ങൾ വാരി കൊടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഓണസദ്യ കഴിക്കുവാണ്. നല്ല സൂപ്പർ സദ്യ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ അമ്മ ഉണ്ടാക്കിയതാണ്. സദ്യയൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണേ. വൈകിട്ട് നമ്മുടെ ഡാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പരിപാടി സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണേ. അതിന് മുമ്പായിട്ട് ഞാൻ പായസം എടുത്ത് കുടിക്കുവാണ് കേട്ടോ. അപ്പോൾ സദ്യയുടെ കൂടെ എനിക്ക് നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റിയില്ലേ. അപ്പം ഞാൻ ഇപ്പം എടുത്ത് കുടിക്കുവാണ്. അങ്ങനെ നമ്മൾ ഒരുങ്ങി പരിപാടി സ്ഥലത്തേക്ക് പോയി. അവിടെ അപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ കസേരകൾക്ക് ഞാൻ ചേർന്നായിരുന്നേ. അങ്ങനെ 3-ാം സ്ഥാനത്തൊക്കെ എത്തി കേട്ടോ. പിന്നെ പ്രസംഗ മത്സരത്തിനും കൂടെ ഞാൻ ചേർന്നു. വലിയ ഇതായിട്ട് പ്രസംഗിച്ചൊന്നും ഇല്ല, എന്നാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പ്രൈസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരുവോണം ഞങ്ങൾ തകർത്ത് പൊളിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.